നവകേരള സദസ്സ് അതിൻ്റെ ഫൈനൽ ലാപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ 14 ജില്ലകളിൽ ഇന്നലെ അത് പത്തനംതിട്ട ജില്ലയിലേക്ക് പ്രവേശിച്ചു നവകേരള സദസ്സ്. ഇനി പത്തനംതിട്ട ജില്ലയിലെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൊല്ലം ജില്ല, പിന്നെ തിരുവനന്തപുരം ജില്ല, 2 ജില്ലകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഒരു വൻ ജനാവലി പങ്കെടുക്കുന്ന ഒരു പരിപാടിയായിട്ട് അത് മാറിക്കഴിഞ്ഞെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ പ്രതിപക്ഷം അങ്കലാപ്പിലാണ്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസും BJPയും. ഞങ്ങൾ ഈ UDF എന്ന് മുഴുവൻ പറയുന്നില്ല, കാരണം മുസ്ലിം ലീഗ് എടുത്ത നിലപാടുകൾ കുറെ വ്യത്യസ്തമാണ്. ഈ നവകേരള സദസ് യാത്രയോട് എടുത്ത നിലപാടുകൾ വ്യത്യസ്തമാണ്. കോൺഗ്രസ് എടുത്ത നിലപാടുകൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. കരിങ്കൊടി കാണിക്കൽ, പിന്നെ ഡ്രാമ നാടകം അറേഞ്ച് ചെയ്യുക, ചില മാധ്യമങ്ങളുമായിട്ട് ചേർന്നിട്ട് അപ്പം അജണ്ട സെറ്റ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യുക, പിന്നെ ആക്രമണം അഴിച്ചുവിടുക. ഇപ്പം ഞങ്ങളുടെ ഒരു സംശയം, ഇനി 2 ജില്ലയെ ബാക്കിയുള്ളൂ. പത്തനംതിട്ട ജില്ലയിലെ കഴിഞ്ഞാൽ പിന്നെ കൊല്ലം, തിരുവനന്തപുരം. ഇതിനു മുമ്പ് ഒരു വലിയ അക്രമം അഴിച്ചുവിടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അത് BJP ആണോ ചെയ്യുക, കോൺഗ്രസ് ആണോ ചെയ്യുക? രണ്ടും ഇപ്പോൾ ഒരേ തൂവൽ പക്ഷികളായി. ഹിന്ദുത്വ, മൃദു ഹിന്ദുത്വ. സുധ കോൺഗ്രസും സുര BJPയും ഒക്കെ ചേർന്നിട്ട് ഇതിനെ എങ്ങനെ അട്ടിമറിക്കാൻ പറ്റും എന്ന് നോക്കുകയാണ്. ഇപ്പം ജനപിന്തുണ കിട്ടിയത് കൊണ്ട് ജനങ്ങളെ വെറുപ്പിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഇലക്ഷനൊക്കെ വരികയല്ലേ, പാർലമെൻറ്റ് ഇലക്ഷനൊക്കെ വരികയല്ലേ, ലോക്സഭയ്ക്ക്. പിന്നെ ചെയ്യാവുന്നത് എന്താണ്? ഒരു ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടാക്കുക. ഒരു രക്തസാക്ഷിയെ കിട്ടിയാൽ ഭാഗ്യം. അതിനുള്ള ശ്രമങ്ങൾ ഇതിനകം തന്നെ നടന്നു. അപ്പോൾ ഈ ബസ്സിന് മുന്നിൽ അല്ലെ ഈ കോൺവോയിലിന് മുമ്പിൽ ഒന്ന് ചാടി, ഇനി മരിച്ചില്ലെങ്കിലും വലിയ പരുക്കുകളോടെ ഗുരുതരാവസ്ഥയിലൊക്കെ ചിലർ പിന്നെ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ തന്നെ അടുത്ത കാമ്പയിൻ ചെയ്യാറില്ല. പിന്നെ ഗവർണോൻ കാത്തിരിക്കുന്നുണ്ട്, എന്ത് കിട്ടുമെന്ന് കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഉള്ള ദിവസങ്ങളിൽ ഈ നവകേരള സദസ് യാത്ര അവസാനിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അത് തടയുക എന്നുള്ളതാണ് സുരക്ഷാ ചുമതല. നവകേരള സദസ് യാത്രയ്ക്ക് പോലീസിൻ്റെ അതിസുരക്ഷാ സംരക്ഷണം ആവശ്യമാണ്. ഏത് സമയം എവിടുന്നും ആരും ചാടി വീഴാം. കഴിഞ്ഞ ദിവസങ്ങളിലെ അനുഭവം വെച്ചിട്ട് ഞങ്ങൾ പറയുകയാണ്. അതായത് ഇതിൻ്റെ വിജയം കണ്ടിട്ട് അങ്കലാപ്പിലായ പ്രതിപക്ഷം ഇത് മര്യാദയ്ക്ക് തിരുവനന്തപുരത്ത് എത്താൻ പാടില്ല എന്ന് തീരുമാനിച്ചിട്ട് ചിലത് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതിനെ അലങ്കോലമാക്കുക, എന്നിട്ട് അത് ചർച്ചയാക്കുക, മാപ്രകൾ അന്തിച്ചർച്ചയിൽ വന്നിരുന്ന് ആഘോഷിക്കുക. ഈ ഒരു അജണ്ട സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അവർ നടപ്പാക്കാൻ ഏത് സമയവും തയ്യാറാവും. ഈ വരും ദിവസങ്ങളിൽ അതിജാഗ്രത ഇതിനകത്ത് പുലർത്തിയില്ലെങ്കിൽ ഇതിനെ നാണം കെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. ഞങ്ങൾ ചോദിക്കട്ടെ, ഇതൊരു ജനകീയ പരിപാടി, ഒരു സർക്കാർ പരിപാടി, പാർട്ടി പരിപാടിയല്ല. ഒരു പാർട്ടി നേതാക്കളും അതിൽ പങ്കെടുക്കുന്നില്ല. മന്ത്രിമാരും അതാത് ജില്ലകളിലെ മണ്ഡലങ്ങളിലെ MLA-മാരും, അതായത് ഔദ്യോഗിക പദവിയാണ്. അല്ലാതെ വേറെ ആരും പാർട്ടി നേതാക്കൾ അഫിലിയേഷനുള്ള ആരും ഇതിൽ പങ്കെടുക്കുന്നില്ലല്ലോ. അപ്പോൾ ഇത് പിന്നെ എന്തിനാണ് എതിർക്കുന്നത്? അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ വിഷയം. ജനങ്ങളിലേക്ക് ചെന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നു. കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനയെപ്പറ്റി വിശദീകരിക്കുന്നു. സത്യമല്ലേ? അതിനെതിരെ കോൺഗ്രസ് മിണ്ടുന്നുണ്ട്. ആകെ ഒരു TN പ്രതാപൻ്റെ അടിയന്തര പ്രമേയം ലോക്സഭയിൽ കൊടുത്തതല്ലാതെ കേരളത്തിലെ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കൾ മിണ്ടുന്നുണ്ട്? എന്തേ നിങ്ങൾ മിണ്ടാത്തത്? നിങ്ങളിങ്ങനെ BJPയുടെ B ടീമായിട്ട് അധപ്പതിച്ചു പോയതിന് ആരാണ് ഉത്തരവാദി? എന്നിട്ട് അവസാനം ശബരിമലയിൽ കയറി പിടിക്കാൻ നോക്കി. നവകേരള സദസ് കാരണം ശബരിമല തീർത്ഥാടനം പോയി എന്ന് വരുത്തി തീർക്കാൻ നടന്ന ശ്രമമുണ്ടല്ല.
അതും പൊളിഞ്ഞു പോയല്ലോ. ഇനി അടുത്തത് നോക്കുകയാണ്. ഈ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഉമ്മൻചാണ്ടി കേരളം മുഴുവൻ ജനസമ്പർക്ക യാത്ര നടത്തിയപ്പം ഇവിടെ ആരെങ്കിലും തടയാൻ പോയോ? അന്ന് കേരളത്തിലെ പ്രതിപക്ഷമായിരുന്ന LDF അല്ല CPM തടയാൻ പോയോ? അത് അങ്ങനെ പോയില്ലേ. ആ യാത്ര, ജനസമ്പർക്ക യാത്ര പോയില്ലേ? തിരിച്ച് ആ രാഷ്ട്രീയ മര്യാദ ഇതിനോട് കാണിക്കാത്തത് എന്തുകൊണ്ടാണ്? അസഹിഷ്ണുത. നിങ്ങളുടെ നിലപാടുകൾ ജനങ്ങൾ നിരാകരിച്ചതിൻ്റെ വിഷമം, ഇതൊക്കെയല്ലേ കാരണങ്ങൾ. ഇതെന്ത് കേന്ദ്ര സർക്കാരിൻ്റെ നടപടികളെ സപ്പോർട്ട് ചെയ്യുക, കേരളത്തിന് കിട്ടുന്ന വിഹിതം തരാതെ കേരളത്തെ ബുദ്ധിമുട്ടിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നടപടികളെ പിന്തുണച്ചിട്ട് ഡൽഹിയിൽ പോയി പാർലമെന്റിൽ പ്ലക്കാർഡും വെച്ചുകൊണ്ട് കേരളത്തിനെതിരെ സമരം ചെയ്യുക. കേരളത്തിലെ ജനങ്ങൾ ജയിപ്പിച്ചു വിട്ട 18 UDF MPമാർ അവിടെ പോയിട്ട് അവരെ ജയിപ്പിച്ചു വിട്ട ജനങ്ങളെ അപമാനിക്കുകയാണ്. കേന്ദ്രം ഇടപെടണം. എന്തെളുപ്പം. അപ്പൊ ഗവർണോൻ ചെയ്യുന്നതിനെല്ലാം കൂട്ടു നിൽക്കുകയാണ്, അതിന് സപ്പോർട്ട്. പ്രതിപക്ഷം എത്രമാത്രം ചുരുങ്ങിപ്പോയി എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പം നമുക്ക് കാണുന്നത്. അപ്പോൾ നവകേരള സദസ്സ് ഒരു വലിയ ജനകീയ മുന്നേറ്റമായിട്ട് മാറി. അതിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളം കമൻറ്റുകൾ വരാറുണ്ട്. സ്വാതന്ത്ര്യം, അവരുടെ സ്വാതന്ത്ര്യം. പക്ഷെ ഏത് വേദി നോക്കിയാലും ജനങ്ങൾ നന്നായി പങ്കെടുക്കുന്ന ഒരു പരിപാടിയായിട്ട് നവകേരള സദസ്സ് മാറിക്കഴിഞ്ഞു. ഉമ്മൻചാണ്ടി നടത്തിയ ജനകീയ സമ്പർക്ക പരിപാടിയിലും എത്രയോ ആയിരങ്ങൾ പങ്കെടുത്തു. എന്നിട്ട് വല്ല പ്രശ്നമൊന്നും ഉണ്ടായി? ആരെങ്കിലും തടയാൻ പോയോ? പിന്നെന്തേ? ഇത് ജനാധിപത്യമല്ലേ, അതിനെ മാനിക്കണ്ടേ? ഗവർണറായാലും പ്രതിപക്ഷമായാലും BJP കോൺഗ്രസ് ആരായാലും മാനിക്കണ്ടേ? ആ മാനിക്കാതെ ഇതിനെ അട്ടിമറിക്കാൻ നോക്കുന്ന ഈ നീക്കമുണ്ടല്ലോ, അത് വരും ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കുക നമുക്ക് നോക്കാം. ഇത് സമാപിക്കുന്നതിന് മുമ്പായിട്ട് എന്താണ് നടക്കുന്നത് നമുക്ക് നോക്കാം.